മലയാളി യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള യൂട്യൂബേഴ്സ് വിദേശ കമ്പനികളിൽ ജോലി സാധ്യതകൾ ഉണ്ടെന്നും ഒരുപാട് ഓക്യുപ്പേഷൻസ് അവിടെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടെന്നും അൺസ്കിൽഡ് കാറ്റഗറിയിൽ വിസ ഒരുപാട് ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ യൂട്യൂബ് വീഡിയോസ് ഞാൻ ഒരുപാട് കാണാറുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൺട്രികളിലും ജോബ് വേക്കൻസീസ് ഉണ്ട്. പക്ഷേ മറ്റൊരു രാജ്യത്തു നിന്ന് നമ്മൾ ആ രാജ്യത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കമ്പനികളിലുള്ള ജോബ് വേക്കൻസികളിൽ അല്ലെങ്കിൽ ഈ കമ്പനികൾക്ക് ഈ അപ്ലൈ ചെയ്യുന്ന വ്യക്തികൾക്ക് ജോബ് ഓഫർ ചെയ്യാനായിട്ട് അവർക്ക് ജോബ് ഓഫർ മാത്രം പോരാ, വിസ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്സും കൂടെ ഉള്ള സ്പോൺസർഷിപ്പ് എടുക്കാനുള്ള കമ്പനികളും കൂടെ ആയിരിക്കണം. പൊതുവെ ഒരുപാട് പേര് മെൻഷൻ ചെയ്ത് കാണുന്ന വെബ്സൈറ്റാണ് ഇൻഡീഡും അതുപോലെ തന്നെ seek.com. ഇതിൽ ഒരുപാട് ജോബ് വേക്കൻസീസ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ യൂറോപ്യൻ യൂണിയൻ പോലത്തെ ഒരു യൂണിയനിലാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ പാസ്പോർട്ടുള്ള ഷെങ്കൻ വിസയുള്ള ഏതൊരു വ്യക്തിക്കും അതിൽ ഏത് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടും അവർക്ക് അവിടെ പോയി വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ആ കമ്പനിക്ക് ആ വ്യക്തിയെ ഹയർ ചെയ്യാനായിട്ട് അവർക്ക് സ്പോൺസർഷിപ്പ് റേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു വിസ എടുക്കേണ്ട ആവശ്യവും വരുന്നില്ല നിങ്ങൾ യൂറോപ്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ. സെയിം ലൈക്ക് ഓസ്ട്രേലിയ ആണെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഫിജി ഐലൻഡ്സ്, ടാസ്മേനിയ, ഇവരെല്ലാവരും ഒരു അസോസിയേഷൻ ആണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഉള്ള ഒരു ജോബ് വേക്കൻസിക്ക് നിങ്ങളൊരു ഈ മറ്റുള്ള കൺട്രികളുടെ ഏതെങ്കിലും ഒരു കൺട്രിയുടെ പാസ്പോർട്ട് ഹോൾഡർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സെയിം ലൈക്ക് USA ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ കാനഡ, മെക്സിക്കോ അല്ലെങ്കിൽ ഹവായൻ ഐലൻഡ്സിലൊക്കെ പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലാതെ നിങ്ങളിപ്പോൾ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണ്, നിങ്ങൾക്ക് ആ കമ്പനിയിലേക്ക് ആ ഒരു രാജ്യത്തെ ഒരു കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ seek.com അല്ലെങ്കിൽ indeed.com എന്നുള്ള വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുള്ളത് ഷുവറിറ്റി ഇല്ലാത്ത ഒരു കേസാണ്. ഇതിൽ വേറൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്പോൺസർഷിപ്പ് റേസ് ചെയ്യുന്നത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡും എക്സ്പെൻസസും ഇൻകേർഡ് ചെയ്യേണ്ട ഒരു പ്രോസസ്സിലേക്ക് പലപ്പോഴും കമ്പനികൾ പോകാൻ താല്പര്യപ്പെടാറില്ല, ഈവൻ ഇഫ് അവർക്ക് ഒരു സ്പോൺസർഷിപ്പ് റേസ് ചെയ്യാൻ പറ്റിയാൽ പോലും. കാരണം അവർ മാക്സിമം ഇത് ലോക്കൽ മാൻ അവൈലബിലിറ്റിൻ്റെയാണ് അവർ ഈ ജോബ് വേക്കൻസിയും കൊണ്ട് അല്ലെങ്കിൽ ജോബ് സെർച്ചും കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും യൂട്യൂബേഴ്സ് പലവരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്, അൺസ്കിൽഡിൽ ഉണ്ട് എന്നൊക്കെ. ആ ജോബ് വേക്കൻസീസ് അവിടെ ഉണ്ട്, പക്ഷെ അത് ഒരിക്കലും നമ്മൾ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറിനെ ഉദ്ദേശിച്ചിട്ട് ഉള്ളതല്ല. ഇപ്പോൾ നിങ്ങൾ അത് അപ്ലൈ ചെയ്താലും പലപ്പോഴും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഒരു സ്പാമിലോ അല്ലെങ്കിൽ ഒരു ഫേക്ക് ഏജൻസിയിലേക്ക് പോയി അവർ നിങ്ങളെ നിങ്ങൾ അവർ വഴി പറ്റിക്കപ്പെടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഈ seek.com പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ഇപ്പൊ നിങ്ങളൊരു ഷോർട്ടേജ് ഓക്യുപ്പൻസി ലിസ്റ്റിൽ പെട്ട ഒരു വ്യക്തിയാണ്, അതുപോലെ അവിടെ ഒരു ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് ഉണ്ട്. ഈ രാജ്യങ്ങളിൽ എല്ലായിടത്തും ടെമ്പററി വിസ പോസിബിൾ ആണ്. 1 to 2 ഇയർ വരുന്ന ടെമ്പററി വിസ ഈ രാജ്യങ്ങളിൽ പോസിബിൾ ആണ്. അങ്ങനെയുള്ള വിസ നിങ്ങൾക്ക് മറ്റു വർക്ക് വിസയിനേക്കാളും കുറെ കൂടെ എളുപ്പത്തിൽ കിട്ടാനും പോസിബിലിറ്റി ഉള്ളതാണ്. പക്ഷേ ഈ വിസ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ റിക്വയർഡ് ആയിട്ടുള്ള ഫീൽഡിൽ റിക്വയർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് നിർബന്ധമാണ്. ഇൻ ദാറ്റ് കേസ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് വിസ കിട്ടി പോവാൻ പോസിബിലിറ്റി ഉണ്ടാവും. അതല്ലാതെ പലപ്പോഴും പല യൂട്യൂബ് ചാനലിൽ പറയുന്നത് പോലെ അല്ലെങ്കിൽ പല അഡ്വർടൈസ്മെന്റ്സിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഒരിക്കലും ഡയറക്റ്റ് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് പോകാനുള്ള സാധ്യത, നിങ്ങൾ അവിടുത്തെ ഷോർട്ടേജ് ഓക്യുപ്പൻസി ലിസ്റ്റിൽ അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള പോസിബിലിറ്റി പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സോ ബിവെയർ ഓഫ് ഓൾ ദീസ് തിങ്സ്. അവിടെ ജോബ് വേക്കൻസി ഉണ്ട് എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങളെ ഡയറക്റ്റ് ഹയർ ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ ഹയർ ചെയ്യാം എന്ന് പറയുന്ന ഏജൻസികൾ കേട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസയും കാര്യങ്ങളൊന്നും കൊണ്ടുവന്ന് കൊടുത്ത് പറ്റിക്കപ്പെടാതിരിക്കുക. ഇതൊരു അവയർനെസ് ആയിട്ട് ചെയ്ത വീഡിയോ ആണ്. ഇത് ചിലപ്പോൾ പോസിബിലിറ്റീസ് ഉണ്ടാവാം, പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനെയുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്ലീസ് കൺസിഡർ ദിസ്. നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടുമ്പോൾ പലപ്പോഴും നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇതിനു മുമ്പ് ഞാൻ പ്രീവിയസ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ കാണുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ IELTS, PT, OET പോലെയുള്ള ലാംഗ്വേജ് നിങ്ങൾ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ക്ലാസ്സസ് നമ്മൾ ഓൺലൈനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ താല്പര്യമുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്.
ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.